കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ അവിടെയുള്ള അധ്യാപകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിതിന്റെ ബന്ധുക്കൾ അച്ഛനും അമ്മയും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. നിരന്തരം ആ കോളേജിനകത്തും പുറത്തും വെച്ച് ജാതി അധിക്ഷേപം, ജാതിയുടെ പേരിൽ അപമാനകരമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു നിതിൻ രാജിന് എന്നാണ് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്. ഈ പറയുന്ന രണ്ട് അധ്യാപകർക്ക് സസ്പെൻഷനുണ്ട്. MK റാം, സംഗീത നമ്പ്യാർ എന്നീ രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ നിരന്തരം തെരുവ് പട്ടിയെന്നും വിഡ്ഢിയെന്നും ഒക്കെ വിളിച്ച് നിതിനെ അപമാനിച്ചു. അച്ഛൻ്റെ ജോലിയുടെ പേരിൽ, അമ്മയുടെ സർജറിയെ ചൊല്ലി ഉൾപ്പെടെ നിതിനെ അധിക്ഷേപിച്ചു എന്ന് പറയുകയാണ്. എന്തായാലും ഇപ്പോൾ നിതിന്റെ മരണത്തിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ, ആ ക്യാമ്പസിലെ കോളേജിലെ വിദ്യാർത്ഥികൾ കൂടുതൽ പേർ സമാനമായ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് ക്യാമ്പസിനകത്ത് സ്ഥിരമാണ് എന്നാണ് വിദ്യാർത്ഥികളൊക്കെ പറയുന്നത്. എന്തായാലും 7 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് എന്നിപ്പോൾ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മരണം ഉണ്ടായിട്ടുള്ളത്? അതൊരു ആത്മഹത്യയാണോ അതോ ബന്ധുക്കളൊക്കെ പറയുന്നത് പോലെ ഒരു കൊലപാതകമാണോ എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ ഒരു ക്യാമ്പസിനകത്ത് മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് വലിയ അപകടകരമാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രമോദ് സർ, ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് പ്രമോദ് സർ കരുതുന്നത്? അവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ശരിക്കും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. എന്തായിരുന്നു സംഭവിച്ചത്? പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുമെങ്കിലും അത് എങ്ങനെയാണ് ആ മരണമുണ്ടായത് എന്നത് സംബന്ധിച്ചും, അല്ലെങ്കിൽ എന്താണ് അതിന് പ്രേരണയായത്, ഈ അധ്യാപകരുടെ ഈ അധിക്ഷേപ വാക്കുകൾ തന്നെയാണോ എന്നത് സംബന്ധിച്ചും തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദിവ്യ പറഞ്ഞല്ലോ ഇതൊരു കൊലപാതകമാണോ എന്ന്. കൊലപാതകം യഥാർത്ഥത്തിൽ ആരെങ്കിലും നിതിനെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം സംഭവിക്കേണ്ടതല്ല. അപ്പോൾ ജാതി എന്ന വിഷയത്തിലാണ്, അല്ലെങ്കിൽ ജാതി മൂലം ആണ് ഇയാൾക്ക് മരണപ്പെടേണ്ടി വന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അത് ജാതിക്കൊല എന്ന് നമ്മൾ പറയണം. അത് കേവലം ആത്മഹത്യയല്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അത്, കാരണം മറ്റൊന്നും പോലെയല്ല. ജാതി നമ്മുടെ രാജ്യത്തെ ഏറ്റവും എന്താ പറയുക, പ്രതിലോമപരമായ ഒരു ആയുധമാണ്. ഒരു വിഭാഗത്തിന് നേർക്ക് പ്രയോഗിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആയുധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ആയുധം കൊണ്ടുള്ള ഏത് മുറിവും ഒരു കൊലപാതകത്തിന് തുല്യമായ ഒരു സംഗതിയായിട്ട് തന്നെ നമ്മൾ കാണണം. ഇവിടെ ഇപ്പോൾ അഞ്ചരക്കണ്ടി നമുക്കറിയാം, അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള, അവിടെ ഒരു നോളജ് വില്ലേജ് എന്ന് പറയുന്ന ഒരു അഞ്ചരക്കണ്ടി നോളജ് വില്ലേജിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അവിടെ പലതരത്തിലുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികളോടുള്ള അധ്യാപകരുടെ സമീപനവും ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞു കേട്ടിടത്തോളം അത് ഒട്ടും തന്നെ ആരോഗ്യകരമല്ലാത്തൊരു സംവിധാനമാണ് അവിടെയുള്ളത്. പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള പോലെ തന്നെ ഇവിടെ നമ്മുടെ വിഷ്ണു എന്നല്ലേ, സിദ്ധാർത്ഥിൻ്റെ അല്ല, വളരെ മുമ്പ് വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇതുപോലെ ആത്മഹത്യ ചെയ്ത് അതെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുൻകാലങ്ങളിൽ ഇത് ഉണ്ടായതുപോലെ തന്നെ സാഹചര്യം അതാണ്. അത് ഈ പർട്ടിക്കുലർലി ജാതി എത്രത്തോളം ഇതിൽ പ്ലേ ചെയ്തു എന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും ആ സാഹചര്യങ്ങൾ മുഴുവനും ഇത്തരം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സംഭവിക്കുന്ന ഒരു വളരെ അനാരോഗ്യകരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമൊന്നും നമുക്കില്ല. കാരണം ആ കുട്ടികൾ ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ദിവ്യ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ജാതിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളത് ഈ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, പൊതുവിൽ നമ്മുടെ സർവകലാശാലകളിലും ക്യാമ്പസുകളിലുമൊക്കെ നിലനിൽക്കുന്ന ജാതീയമായ ഒരു വിവേചനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് സമീപകാലത്ത് വളരെ വളരെ കൂടിയിട്ടുണ്ട്. അത് രാജ്യ നിലവാരത്തിൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ 118% വരെ ഉയർന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. 2019 മുതൽ 2023 വരെയുള്ള കാലയളവ്, 23-24 വരെയുള്ള കാലയളവിൽ 118% ഉയർന്നിട്ടുണ്ടെന്നാണ്. രോഹിത് വെമുലയുടെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത് ഉൾപ്പെടെയുള്ള ഇത് ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം വളരെ ഡയറക്റ്റായിട്ട് ജാതിയുടെ പേരിൽ പറയുക, കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അപമാനിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല. ജാതി ഒരു അണ്ടർലൈയിങ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടാവുക. പലപ്പോഴും ഇവരൊക്കെ ഏൽക്കുന്ന അപമാനം എന്ന് പറയുന്നത് നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും സാമൂഹികമായ പശ്ചാത്തലത്തിൻ്റെ പേരിലോ ഒക്കെ ആയിരിക്കും ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുക, പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നയിക്കുന്നത് ബേസിക്കലി ജാതിയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കലാലയങ്ങളുടെ ഒരു പൊതു അന്തരീക്ഷത്തിൽ
സവർണ മേൽക്കോയ്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഫലമായി തന്നെ ഈ ജാതിപരമായ ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങൾ കൂടി വരുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമീപകാലത്ത് യൂണിവേഴ്സിറ്റികളിൽ UGCയുടെ റെഗുലേഷൻസ്, പുതിയൊരു റെഗുലേഷൻസ് കൊണ്ടുവന്നു. അതായത് 2013 റെഗുലേഷൻസാണ് അവസാനമായി ഉണ്ടായിരുന്നത്. ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നു. അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ഈ സവർണ വിദ്യാർത്ഥി വിഭാഗങ്ങളിൽ നിന്നുണ്ടായി. വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ്. എന്താ കാര്യം? അതായത് അതിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിൽ ജാതീയമായ വിവേചനം ആരോപിക്കപ്പെടുന്ന കേസുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകണം. 30 ദിവസത്തിനുള്ളിൽ ആ നടപടി എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അപ്രൂവൽ അടക്കം, അതിൻ്റെ സർട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ ഉൾപ്പെടെ ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യവസ്ഥകളോടുകൂടിയുള്ള റെഗുലേഷൻസ് ആയിരുന്നു. ആ റെഗുലേഷൻസ് കൊണ്ടുവന്ന സന്ദർഭത്തിൽ അതിനെതിരെ എന്താണ്, റിവേഴ്സ് ബയസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. റിവേഴ്സ് ബയസ് ഉണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ജനറൽ മെറിറ്റിൽ വരുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു സമീപനം അവിടെ വളർന്നു വരും. ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിവേചന നിയമമുണ്ട്, അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള നിയമമുണ്ട്. ആ നിയമത്തിന് പുറമെ ഇത് വരുന്ന സമയത്ത് ഒരു ഡബിൾ ഭാരം ഈ കുട്ടികളുടെ മേൽ വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. കൃത്യമായി നമുക്ക് മനസ്സിലാവും അത് സവർണ ലോബി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മേൽ നടത്തുന്ന വളരെ ശക്തമായ നീക്കമാണ്. അതിന് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് മാനേജ്മെൻറ്റ് ലെവലിൽ മാത്രമല്ല, ഫാക്കൽറ്റി ലെവലിൽ മാത്രമല്ല. കാരണം നമ്മുടെ കണക്കുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇത്തരം പൊസിഷനുകളിലൊക്കെ വന്നിരുന്നത്, VC-മാരാവട്ടെ അല്ലെങ്കിൽ അധ്യാപകരാവട്ടെ, പൊസിഷനിലൊക്കെ വന്നിരിക്കുന്ന ആളുകളുടെ ഒരു അമിതമായ പ്രാതിനിധ്യം, സവർണ വിഭാഗങ്ങളുടെ അമിതമായ പ്രാതിനിധ്യം കൊണ്ട് തന്നെ അത് എതിർക്കപ്പെടാനുള്ള സാധ്യത വളരെയധികമായിരുന്നു. അതിൻ്റെ ഭാഗമായി, ആ എതിർപ്പിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ കേസെത്തുകയും സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 118% ഈ ജാതി വിവേചനം ഉയർന്ന സാഹചര്യത്തിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, അതില്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന റെഗുലേഷൻസിനോട് വ്യവസ്ഥ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ആ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ അത് അന്തിമമായ വിധി വന്നിട്ടില്ല, അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു വ്യവസ്ഥാ ഭ്രംശമല്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിലൊരു അബറേഷനല്ല ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതിനോടാണ് ഒരുപക്ഷെ ജാതി പീഡനം നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വരിക. അല്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു രോഹിത് വെമുല, ഒരു നിതിൻ രാജ് അങ്ങനെയുള്ളതല്ല. ആ സന്ദർഭങ്ങളിലൊക്കെ ഇത് വെളിച്ചത്ത് വരികയാണ് ചെയ്യുന്നത്. വെളിച്ചത്ത് വന്ന് അത് അട്ടഹസിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതീയത വെളിച്ചത്ത് വന്ന് അട്ടഹസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെ നേരിടാൻ നമ്മൾ അതത് സന്ദർഭങ്ങളിലുള്ള ഒരു പ്രൊട്ടസ്റ്റോ ഒരു എതിരിടലോ പോരാ. അത് നിരന്തരം ആവശ്യമായി വരുന്നതും ഒരുപക്ഷെ ഭരണഘടനാപരമായി ഉള്ള നിയമങ്ങളിലൂടെ മാറ്റിയെടുക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥാ മാറ്റമാണ് അതിന് എന്താ പറയുക, അതിൻ്റെ നിത്യമായ ഒരാവശ്യമായി വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സർവ്വകാലത്തേക്കുമായിട്ട് മാറ്റിയെടുക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റുകളൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്ന് വെമുലയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിയമനിർമ്മാണം കൊണ്ട് പരിഹാരം കാണാൻ കഴിയുമോ? നിയമനിർമ്മാണത്തിൻ്റെ പ്രശ്നം അറിയില്ല. പക്ഷേ ഇതിനകത്ത് ഈ ജാതി ഇഷ്യൂ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്ത് വാക്കാണ് ഉപയോഗിച്ചത്, അതിനെക്കുറിച്ച് ഒരുപാട് വ്യക്തത വരാനുണ്ട്. ഇത് മാത്രമല്ല, കോളേജിന് പുറത്തിറങ്ങി അതിൻ്റെ കൈയും കാലും വെട്ടിക്കളയും, നീ പിന്നെ കൈയില്ലാതെ നടക്കും. അതെന്ത് ജാതി അധിക്ഷേപമാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരു വലിയ പുകമറയാണ്. എന്താണ് കൃത്യമായി നടന്നത്? എന്ത് ജാതി, എന്തിനു വിളിച്ചു, ആര് വിളിച്ചു, എന്താണ് എൻ്റെ കോണ്ടെക്സ്റ്റ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാതെ നമ്മൾ മാധ്യമപ്രവർത്തകർ തോക്കിനകത്ത് കയറി വെടിവെക്കുന്ന രീതിയിൽ ചാടി ഇറങ്ങുന്നതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ഇതിനു മുമ്പ് പലതവണ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഇല്ലെന്നല്ല. പക്ഷേ ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നുണ്ട്. അത് അവരുടെ അച്ഛൻ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരം സാധ്യതകളുണ്ട്. ടീച്ചറുടെ ഫോൺ നമ്പർ ഈ കുട്ടി ലോൺ എടുത്തപ്പോൾ അവർക്ക് കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. സാധാരണ ഈ ലോൺ ആപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു ലോൺ എടുക്കാനായിട്ട് ഇത്തരം കക്ഷികളെ സമീപിക്കുമ്പോൾ ആ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ ഫോണിലുള്ള സകല നമ്പേഴ്സും ഇവരുടെ കയ്യിലേക്ക് പോകും. അതിനുശേഷം എനിക്ക് വന്നിട്ടുണ്ട്, അവർക്കിഷ്ടമുള്ള നമ്പറുകളിലേക്ക് ചിലപ്പോൾ കോൾ വരും, ചിലപ്പം മെസ്സേജ് വരും, ചിലപ്പം ഭീഷണി മെസ്സേജുകൾ വരും.
അങ്ങനെ ടീച്ചർ എടുത്ത് വരികയും അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുകയും ആ സമയത്തായിരിക്കാം കയ്യും കാലും വെട്ടുകളയും എന്ന് പറഞ്ഞതെന്നായിരിക്കാം ഒരു സാധ്യത. പക്ഷേ ഈ അധ്യാപകൻ, പ്രധാന അധ്യാപകനും ഈ ടീച്ചറിനുമെതിരെ ഒരുപാട് കുട്ടികൾ അധിക്ഷേപിക്കുന്നു. ജാതി അവിടെ നിൽക്കട്ടെ, നമുക്കറിയില്ല, തെളിവ് വരട്ടെ. പക്ഷേ അധിക്ഷേപിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇത് ജാതിക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ് കൃത്യമായി അധ്യാപകൻ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ആൻസർ പേപ്പർ കാണിച്ചിട്ട് വായിക്കുന്നു, ബാക്കിയുള്ളവർക്ക് കണ്ടില്ലേ ഇവനെത്ര മോശമാണ്, ഇവൻ്റെ റിസൾട്ട് കണ്ടിട്ടില്ലേ. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കോളേജ് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം അടിസ്ഥാനപരമായി അധ്യാപകൻ്റെ ജോലി കുട്ടികളെ വാർത്തെടുക്കാനുള്ള എന്തോ പണിയുമായിട്ടാണ് അധ്യാപകൻ വരുന്നത് എന്നുള്ള ഒരു അബദ്ധ ധാരണയിൽ നിന്നാണ് ഈ മണ്ടത്തരങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അധ്യാപകൻ്റെ പണി അതല്ല, അറിഞ്ഞുകൂടാത്ത പണി അധ്യാപകൻ എടുക്കരുത്. അധ്യാപകൻ്റെ പണി പഠിപ്പിക്കലാണ്, പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകണം. അല്ലെ കുട്ടി എങ്ങനെ പോകും, എങ്ങനെ പോകേണ്ട മുതലായ പരിപാടികൾ അത് വേറെ സംവിധാനങ്ങളുണ്ട്, വേറെ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷനുണ്ട്. ക്ലാസ്സിൽ ഒരു കുട്ടിയെ അപമാനിച്ചാൽ ആ കുട്ടി നന്നായി കളയും. കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. സ്കൂളിൽ ഇപ്പോഴും കുട്ടികളെ അടിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഇല്ലേ? എന്താണ് മർദ്ദിച്ച് നിങ്ങൾ നന്നാക്കുമെന്ന് പറയുന്നത് ചികിത്സയുടെ പാഠ്യപദ്ധതിയുടെ ഏത് വ്യവസ്ഥയിലാണുള്ളത്? ഇപ്പോൾ സയൻറ്റിഫിക്കലി ആരെങ്കിലും അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അധ്യാപനം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അബദ്ധ ധാരണ ഞങ്ങൾ സർവജ്ഞ പീഠം കയറിയവരും ബാക്കി എല്ലാവരും വളരെ മോശമായിട്ടുള്ള ആളുകളും ഞങ്ങൾ വിദ്യ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം അയാൾ ഇങ്ങനെ എടുക്കും. അപ്പോൾ മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എടുപ്പിക്കും എന്ന രീതിയിൽ പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ നന്നാക്കാം, തലമുറയെ വാർക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന അധ്യാപകരാണ് ഈ പ്രശ്നം. നിങ്ങളുടെ പണി അതല്ല, നിങ്ങളെ കൊണ്ട് അതിന് കഴിയുമില്ല, അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. നിങ്ങൾ പഠിപ്പിക്കാൻ വന്നവരാണ്. അറിവ് ഇങ്ങനൊരു ഇതാണ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ കൊടുക്കുക, അത് ആ കുട്ടി എടുക്കാതിരിക്കും. ചിലപ്പം അവർക്ക് എന്താ കപ്പാസിറ്റി കുറവായിരിക്കും, അവരുടെ താല്പര്യം പറയും. പക്ഷേ അവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശം അത് സ്കൂളിലായാലും കോളേജിലായാലും നിങ്ങൾക്കില്ല. ഇപ്പോൾ പ്രേമലേഖനം ക്ലാസ്സിൽ പിടിച്ചാൽ എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കുന്ന ഒരു പരിപാടി സ്കൂളുകളിൽ കേട്ടിട്ടില്ലേ? ടീച്ചറെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക, പരസ്യമായി അപമാനിക്കുക. ഇത് എന്ത് പരിപാടിയാണ്? അവിടെ മുതലാണ് പ്രശ്നം. വിദ്യാർത്ഥി അധ്യാപകൻ എന്ന് പറഞ്ഞൊരു ബന്ധം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയം ഇതിനകത്തുണ്ട്. അത് മനസ്സിലാവാതെ എല്ലാം ഞാൻ ചെയ്യും, എനിക്ക് എൻ്റെ അധീനതയിലാണ്, ഇത് എൻ്റെ രാജ്യമാണ്, ഇത് മുഴുവൻ എൻ്റെ പ്രജകളാണ് എന്ന മറ്റുള്ളൊരു അധ്യാപകൻ, ഒരു പ്രധാനാധ്യാപകൻ നിന്നാൽ ഇത് കൈവിട്ടു പോവുകയുള്ളൂ. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ സജീവമായി ചർച്ചയാവുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ ജാത്യാധിക്ഷേപത്തിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സത്യത്തിൽ ജാതി മാത്രമല്ല, ഈ കഴിവില്ലാത്തവർ വന്ന് നമ്മുടെ സമയം മെനക്കെടുത്തുന്നു എന്നുള്ളതൊരു ഒരു വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവരോട് പുച്ഛമാണ്. അതായത് ഇത്ര പഠിക്കാൻ മോശമാണെങ്കിലോ, ചിലപ്പോൾ ഈ കുട്ടി പഠിക്കാൻ മോശമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ പഠിക്കാൻ മോശം മാർക്ക് കുറവ്, ഇതും ഇന്ത്യയിലെ ജാതി സാഹചര്യമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും സംവരണം എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കും പല മേഖലയിൽ കൊടുക്കുന്നുള്ളതൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വളരെ ഗഹനമായ വിഷയം. ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയോ കപ്പാസിറ്റിയോ ഇല്ലാത്ത അധ്യാപക പരീക്ഷ പാസ്സായി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അധ്യാപകനായിരിക്കുന്ന ആൾ വേസ്റ്റ് ഇവന്മാരൊക്കെ വന്ന് നമ്മുടെ സമയം മെനക്കെടുത്ത ആ ഒരു അസഹിഷ്ണുതയാണ് ഇത് മുഴുവൻ തുടങ്ങുന്നത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. പണ്ട് പ്രധാനപ്പെട്ട ആളുകളെല്ലാം പഠിച്ചിരുന്ന സർക്കാർ സ്കൂളുകളിലാണ് അല്ലേ? നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട പഴയ നേതാക്കന്മാരെല്ലാം ഏതോ ഒരു കാലത്ത് സാധാരണക്കാരുടെ മക്കൾ ഈ സർക്കാർ സ്കൂളുകളിലേക്ക് വന്നപ്പോഴാണ് എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാവുകയും ഈ കൊള്ളാവുന്ന വീട്ടിലെ പിള്ളേരെ എയ്ഡഡ് സ്കൂളുകളിലേക്ക് മാറ്റുകയും ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധാരണക്കാരുടെ മക്കൾ എയ്ഡഡ് സ്കൂളുകളിലും എത്തി, എങ്ങനെയൊക്കെയോ. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് പ്രൈവറ്റ് സ്കൂളുകളുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അവിടെയും എത്തി. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ടായി. ഇങ്ങനെ എക്സ്ക്ലൂസിവിറ്റിയാണ് ഇന്ത്യയിലെ വരേണ്യവർഗത്തിൻ്റെ, ഇന്ത്യയിലെ സമ്പന്ന വർഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി. ബാക്കിയുള്ളവർ ഈ താഴെത്തട്ടുള്ള, അത് സാമ്പത്തികമായിരിക്കും, ജാതിപരമായിരിക്കും, ബുദ്ധിപരമായിരിക്കും, എന്തായാലും ഈ ബുദ്ധിപരമില്ല അതിനകത്ത്, ജാതിയും സമ്പന്നതയും അങ്ങനെയുള്ളവരെ തൊടാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇത്തരം വലിയ സൗകര്യങ്ങളോട് വളർന്നവരുന്ന് കിട്ടുന്ന മെറിറ്റ് അതെന്തോ ബുദ്ധി കൊണ്ട് മാത്രം കിട്ടിയതാണെന്നും ബുദ്ധിയില്ലാത്തവരാണ് ഈ പരീക്ഷയ്ക്ക് മോശം മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഇത്തരം ആളുകൾക്കുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആകെ മിക്സാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടക്കം അധ്യാപകർ വിദ്യാർത്ഥികളെ നന്നാക്കാനുള്ള പണി എടുക്കാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജോലി വിദ്യ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് പഠിപ്പിക്കട്ടെ. അതിനുശേഷം അതെങ്ങനെ പോകണം, ആ കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ആ കുട്ടിയാണ് തീരുമാനിക്കുക. ആ കുട്ടിയെ അപമാനിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല, നിങ്ങൾ നേടിയിട്ടുമില്ല,
നിങ്ങളുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഈ ഇഷ്യൂവിൻ്റെ മുഴുവൻ ക്രച്ച് കിടക്കുന്നത്. അത് ജാതിയായിട്ടും വെറുപ്പായിട്ടും. ഇപ്പം ഈ കറുപ്പ് നിറത്തെക്കുറിച്ചുള്ള അപമാനം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ കറുപ്പ് നിറത്തെക്കുറിച്ച് പറയുന്നതൊക്കെ വളരെ ആ കറുമ്പൻ എഴുന്നേറ്റ് നിൽക്കടാ എന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വളരെ നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. കൊച്ചു എഴുന്നേറ്റ് തല താഴ്ത്തി നിൽക്കും. സാറിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, അത് സാറാണ്, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈയിടയ്ക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഒരു കുട്ടികളെല്ലാം കൂടെ ഒരു പരിപാടി, അധ്യാപകൻ, അതായത് വയസ്സായ അധ്യാപകൻ ഇവന്മാരെല്ലാം ചൂരിൽ കൊണ്ട് ഒരു അടിക്കും. പഴയ നൊസ്റ്റാൾജിയ. ഇത് ഈ വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ട്. ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അവിടെയാണ് പ്രശ്നം. അതിനിടയ്ക്ക് മനുഷ്യർ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുക. അല്ലാതെ എത്രയോ സങ്കടപ്പെട്ട എത്രയോ മനുഷ്യർ പോകുന്നുണ്ട്. അതിൽ ജിമ്മി പറഞ്ഞത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ജാതി എന്നുള്ളത് എനിക്കതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോക്ടർ അംബേദ്കർ അനുഭവിച്ചത്, സ്കൂളുകളിൽ അദ്ദേഹം അനുഭവിച്ച കാര്യം തന്നെ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നും ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതാണ് ജാതിയെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അംബേദ്കർ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിതിൻ രാജിനുണ്ടായ അതേ അവഹേളനം മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം ഒരുപക്ഷെ. ഞാൻ പറയുന്നു ആ അവഹേളനത്തെ അവർ ഉൾക്കൊള്ളുന്നതും നിതിൻ ഉൾക്കൊള്ളുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് സോഷ്യൽ സ്ട്രാറ്റയിൽ ഈ പറയുന്ന ജാതി സൃഷ്ടിക്കുന്ന പ്രശ്നം. അതാണ് ഒരുപക്ഷെ ജാതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല, അത് നിതിൻ രാജിനെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിക്കുന്നത് ജാതിയുടെ ഒരു മാത്രമല്ല അത്തരം ആളുകൾക്ക് ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഇമ്പാക്റ്റ് വളരെ ഇപ്പോൾ ഈ നിറത്തിൻ്റെ പേരിൽ ഒരു കഥ കൂടെ പറയാം. ഈ ഇടയ്ക്ക് ഇന്ത്യയുടെ ഒരു കാലത്തെ പ്രശസ്ത സ്പിന്നറായിരുന്ന എസ് ശിവരാമകൃഷ്ണൻ പറയുന്നത് കറുപ്പ്, നല്ല കറുത്തിട്ടാണ്, തമിഴ്നാട്ടുകാരനാണ്. എസ് ശിവരാമകൃഷ്ണൻ പറഞ്ഞ കറുപ്പിൻ്റെ പേരിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. അത് കളിക്കുന്ന ഒരു കാലത്തായാലും ഞാൻ കമൻറ്റേറ്റർ ആയിരുന്നപ്പോഴും. തമാശ, അയാളൊരു ബ്രാഹ്മണനാണ്. പക്ഷേ ഇത് അറിഞ്ഞൂടല്ലോ, കറുത്തവനാണ്ട്. പക്ഷേ ശിവരാമകൃഷ്ണൻ സർവൈവ് ചെയ്യും. പക്ഷേ ഒരു ദളിതൻ ചിലപ്പോൾ സർവൈവ് ചെയ്ത് വരില്ല. തീർച്ചയായും. എന്തായാലും ഇവിടെ ജാതി അധിക്ഷേപം മൂലം നിതിൻ രാജിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാണ് എങ്കിൽ കേരളമേ ലജ്ജിച്ച് തല താഴ്ത്തണം. ഇനി അതല്ല, മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ, കഥകളൊക്കെ വരുന്നുണ്ട്, ലോൺ ആപ്പ് തട്ടിപ്പൊക്കെ വരുന്നുണ്ട്, അങ്ങനെ മറ്റെന്തെങ്കിലും അതിന് പിന്നിലുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ തന്നെ തെളിയട്ടെ.